കാലത്തോളം ഈ നിമിഷങ്ങൾ കായിക ലോകം മറക്കില്ല. ഹെർഷൽ ഗിബ്സ് കൈവിട്ട ക്യാച്ച് ലോകകപ്പിന്റെ വിധിയെഴുതി. നാടകീയ റണ്ണൌട്ടിന് ശേഷം അലൻ ഡൊണാൾഡ് കരഞ്ഞു തീർത്ത രാത്രി. അവസാനമില്ലാതെ തുടരുന്ന ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ദുരന്ത ചിത്രങ്ങൾ. ICCയുടെ ഏത് ടൂർണമെന്റിനെത്തുമ്പോഴും ശക്തമായി നിരയെ അയക്കാൻ ദക്ഷിണാഫ്രിക്ക മടി കാണിക്കില്ല. ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനങ്ങൾ നടത്തും. ഒടുവിൽ നിർഭാഗ്യത്തിന്റെ കാലിൽ തട്ടി വീഴും. 2024 ജൂൺ 29 ബാർബഡോസിലും ചരിത്രം ആവർത്തിച്ചു. ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന്റെ വർണ്ണവിവേചനത്തിന്റെ ഇരുണ്ട അറകളിൽ നിന്ന് 1991 പ്രോട്ടീസ് ക്രിക്കറ്റ് മോചനം നേടി. തൊട്ടടുത്ത വർഷം ദക്ഷിണാഫ്രിക്കൻ ടീം ആദ്യമായി ലോകകപ്പിനെത്തി. കെപ്ലർ വെസൽസിന്റെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്ക ശക്തമായി മത്സരിച്ചു. പക്ഷേ സെമിയിൽ മഴ നിയമത്തിൽ കുരുങ്ങി പുറത്തേക്ക്. 1999 ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് എത്ര ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത വർഷം. സൂപ്പർ 6-ലെ അവസാന മത്സരം. ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും നേർക്കുനേർ. ദക്ഷിണാഫ്രിക്ക സെമി ഉറപ്പിച്ചിരുന്നെങ്കിലും ഓസ്ട്രേലിയക്ക് മത്സരം നിർണായകമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഹെർഷൽ ഗിബ്സിന്റെ സെഞ്ചുറി മികവിൽ 7 വിക്കറ്റിന് 271 റൺസ് എടുത്തു. മറുപടി പറഞ്ഞ ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ 3-48. ക്യാപ്റ്റൻ സ്റ്റീവോ രക്ഷകനായെത്തി. ബോയുടെ സ്കോർ 56-ൽ നിൽക്കെ മിഡ് വിക്കറ്റിൽ നൽകിയ ക്യാച്ച് എടുത്ത ഗിബ്സ് പന്ത് ആവേശത്തിൽ മുകളിലേക്ക് എറിയുന്നതിനിടെ കയ്യിൽ നിന്ന് ചോർന്നു. സ്റ്റീവോ ഗിബ്സിനോട് പറഞ്ഞു, കൈവിട്ടത് ക്യാച്ചല്ല, ലോകകപ്പാണ്. പിന്നെ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്ന ബോ ഓസ്ട്രേലിയയെ സെമിയിലേക്ക് കടത്തി. ഗിബ്സ് നഷ്ടമാക്കിയ ക്യാച്ചിന്റെ വിലയറിഞ്ഞത് സെമിയിലാണ്. ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും വീണ്ടും നേർക്കുനേർ. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 213 റൺസിൽ എല്ലാവരും പുറത്തായി. മറുപടി പറഞ്ഞ ദക്ഷിണാഫ്രിക്കയും തകർച്ച നേരിട്ടു. ഒടുവിൽ 49 ഓവറിൽ 9-ന് 205 റൺസിലെത്തി. അവസാന ഓവറിലെ ആദ്യ 2 പന്തും ഫോറടിച്ച് ലാൻസ് കുൾസണർ സ്കോർ നില തുല്യമാക്കി. ഓസീസ് നായകൻ സ്റ്റീവോ സഹതാരങ്ങളെ ഉപദേശിച്ചു, എതിരാളികൾ ഉയർത്തിയടിച്ച് ജയിച്ചാൽ പ്രശ്നമില്ല, പക്ഷേ സിംഗിൾ എടുത്തോ ബൗണ്ടറി നേടിയോ വിജയിക്കരുത്. അങ്ങനെ 11 താരങ്ങളും 30 യാർഡ് സർക്കിളിനുള്ളിൽ ഫീൽഡിങ്ങിന് അണിനിരന്നു. 3-ാം പന്തിൽ റൺസ് ഇല്ല. 4-ാം പന്തിൽ കുൾസിനർ അടിച്ച പന്ത് മിഡ് ഓഫിലേക്ക് നീങ്ങി. കുൾസിനർ റണ്ണിനായി ഓടിയപ്പോൾ അലൻ ഡൊണാൾഡ് ഓടിയില്ല. കുൾസിനർ ഓടിയെത്തിയത് കണ്ട് ഡൊണാൾഡ് റണ്ണിനായി ഓടി. ആദ്യം മാർക്കോ പന്ത് ഡാനിയൽ ഫ്ലെമിംഗിന്റെ കൈകളിൽ എത്തിച്ചു. ഫ്ലെമിംഗ് പന്ത് ആദം ഗിൽക്രിസ്റ്റിന് കൈമാറി. ഈ സമയത്ത് അലൻ ഡൊണാൾഡിന് ഓടിയെത്താൻ കഴിഞ്ഞില്ല. ഡൊണാൾഡിന്റെ റണ്ണൌട്ടിൽ മത്സരം ടൈലായി. സൂപ്പർ 6-ലെ ജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ ഫൈനലിലേക്ക്. കലാശപ്പോരിൽ പാകിസ്ഥാനെ മറികടന്ന് ഓസ്ട്രേലിയ ലോക കിരീടം ഉയർത്തി. അലൻ ഡൊണാൾഡ് കരഞ്ഞു തീർത്ത് കളം വിട്ടു. അതിനേക്കാൾ നഷ്ടം അന്നത്തെ നായകൻ ഹാൻസി ക്രോണയ്ക്കായിരുന്നു. മറ്റാരേക്കാളും അയാൾ ലോകകപ്പ് അർഹിച്ചിരുന്നു. 2000-ൽ ലോകത്തെ നടുക്കിയ കോഴ വിവാദമുയർന്ന ദിനങ്ങൾ. ദക്ഷിണാഫ്രിക്കൻ നായകൻ ഹാൻസി ക്രോണിയായിരുന്നു പ്രധാന കുറ്റാരോപിതൻ. പിന്നാലെ ഒരു വിമാന അപകടത്തിൽ ക്രോണിയ കൊല്ലപ്പെട്ടു. അപകടത്തിന് പിന്നിലെ ദുരൂഹത ഇന്നും തുടരുകയാണ്. അന്ന് 1 റൺസ് അകലെ ഫൈനൽ പ്രവേശനം നഷ്ടമായതാണ്. പിന്നീട് ഒരിക്കലും ദക്ഷിണാഫ്രിക്ക ലോകകപ്പിന്റെ ഫൈനൽ കളിച്ചില്ല. 2024 ജൂൺ 29 വരെ. ബാർബഡോസിൽ ചരിത്രം തിരുത്തുവാൻ പ്രോട്ടീസ് സംഘം കളത്തിലിറങ്ങി. പക്ഷേ 13 വർഷത്തിന് ശേഷം ഹിറ്റ്മാന്റെ നീലപ്പടയാളികൾ വിജയികളായി. പ്രോട്ടീസ് സംഘം ഇനിയും കാത്തിരിക്കണം. നിങ്ങൾ പോരാടിയിട്ടുണ്ട്, തല ഉയർത്തിപ്പിടിക്കണം. ഒരിക്കൽ ക്രിക്കറ്റ് ലോകത്തിന്റെ പ്രകാശം ദക്ഷിണാഫ്രിക്കയിൽ ഉദിക്കുമെന്നുറപ്പാണ്.